എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എന്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. ഈ പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ഇങ്ങനെ ഒരു മനോഹരമായ സ്ഥലത്തേക്ക് വന്ന് രാവിലെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. ഇസ്രായേൽ മക്കളെ നോക്കി യഹോവയായ ദൈവം ഇങ്ങനെ പറഞ്ഞു, എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. ഒന്ന്, ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിക്കാൻ കടന്നുപോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തുവിനെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിക്കാൻ പോകുന്ന ഒരവസ്ഥ. ഇന്ന് ലോകത്തിൽ എല്ലാ തലമുറയിൽപ്പെട്ട ആളുകളോടും നമ്മൾ ചോദിച്ചാൽ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സമയമില്ല, അവർക്ക് അതിനുവേണ്ടി വിനിയോഗിക്കാനുള്ള സാധ്യതകളില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒത്തിരി ബന്ധപ്പെടാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത്, കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യേണ്ട സമയത്ത്, നമ്മൾ പൊട്ടക്കിണറുകളെ കുഴിക്കുന്ന അവസ്ഥയിൽ പ്രയോജനമില്ലാത്ത മറ്റേതൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു പോവുകയല്ലേ ചെയ്യുന്നത്. കർത്താവ് പറയുന്നു, എന്റെ ജനം ചെയ്ത 2 ദോഷം എന്ന് പറയുന്നത്, ഒന്ന്, ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. 2, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിക്കാൻ പോയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവായ യേശു ക്രിസ്തു ജീവജലത്തിന്റെ ഉറവയാണ്. ഐ ആം ദ ലിവിങ് വാട്ടർ എന്ന് പറഞ്ഞ കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ആരൊക്കെയോ എവിടെയൊക്കെയോ പൊട്ടക്കിണറുകളെ കുഴിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് അവിടെ നിന്ന് മടങ്ങി വരാം. ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ജീവജലത്തിന്റെ ഉറവയായ കർത്താവിനെ മറന്ന് യാത്ര ചെയ്യുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവെ, നീ അവിടുന്ന് ഞങ്ങള് അകന്നു പോകുമ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ദൈവമാണല്ലോ. ഞങ്ങൾ എവിടെ താണുപോയാലും നീ അവിടുന്ന് കരം പിടിച്ചുയർത്തുന്ന ദൈവമാണല്ലോ. നീ ഞങ്ങളോടൊപ്പം വസിക്കുന്ന ദൈവമാണല്ലോ. കർത്താവെ, നിന്നെ മനസ്സിലാക്കി നിന്റെ പിന്നാലെ യാത്ര ചെയ്യാൻ ഞങ്ങളെ എല്ലാവരും നീ അവിടുന്ന് ഒരുക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതവും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നതിനായി സ്തുതിക്കുന്നു. എല്ലാവരെയും തൃക്കരങ്ങൾ താഴ്ത്തിയേൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.